നമ്മൾ ഇന്ന് പറയാൻ പോണത് ബാക്ക് പെയിൻ എങ്ങനെ മാറ്റാം. എനിക്ക് എന്റെ പ്രഗ്നൻസിക്ക് ശേഷം നല്ല സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിലേക്ക് പോക്കും വരവും അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത കാരണം നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും പോലെ വീട്ടിലിരുന്ന് എങ്ങനെ എന്ത് ചെയ്ത് ബാക്ക് പെയിൻ മാറ്റാം. ഞാൻ യൂട്യൂബിൽ എല്ലാവരും പോലെ ഞാനും സെർച്ച് ചെയ്ത് നോക്കി കുറച്ച് എക്സസൈസും കാര്യങ്ങളും കണ്ടു. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ എക്സസൈസ് ഞാൻ ഒരെണ്ണം കണ്ടു, എല്ലാവരുടെ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അപ്പൊ ഞാൻ എന്റെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്റെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങുമ്പോൾ എനിക്ക് വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചിലപ്പോൾ മാറാണ്ടിരിക്കാം, നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലാലോ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞെട്ടണ തരത്തിലുള്ളൊരു റിസൾട്ട് ആയിരുന്നു എനിക്ക്. എന്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷമാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പിന്നെയും പറയാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഇത് അവസാനം വരെ കാണാം. പകുതിക്ക് വെച്ച് എണീറ്റ് പോരുത്. കാരണം നമ്മളിത് പ്രോപ്പറായി അവസാനം വരെ കണ്ടാലാണ് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് അറിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പൊ ഇതേപോലെ ഒരു കസാരയാണ് വേണ്ടത്. ഇതേപോലത്തെ കസാര ഇല്ലെങ്കിൽ കൂടി മറ്റേ പിടുത്തുള്ള കസാര, ഇങ്ങനെ സൈഡിലെ കൈ പിടുത്തുള്ള കസാര, അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇതാണ് എന്റെ വീട്ടിലുള്ളത്, ഞാൻ ഇതിനെയാണ് ചെയ്യാറ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് റെയിലിന്റെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ ഇല്ലേ, സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ ആയാലും ചെയ്യാം. അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ, സ്ക്വയർ ഡൈനിങ് ടേബിൾ ആണ്, അതിനേലും ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണോ സൗകര്യം, നിങ്ങളുടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഒരു ചെയർ എടുക്കുക, ആ ചെയർ ഇങ്ങനെ ഒന്ന് ചുമരിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ സീറ്റുമേ നമ്മുടെ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാല് വല്ലാണ്ട് ബാക്കിലേക്കും വെക്കണ്ട, എന്നാൽ വല്ലാണ്ട് ഫ്രണ്ടിലേക്കും വെക്കണ്ട, ഒരു മീഡിയം ലെവലിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ ലുക്ക് സ്ട്രെയിറ്റ് നമ്മൾ നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നല്ല പെയിൻ ഉണ്ടായിരിക്കും, നമുക്ക് കാലിന്റെ മുട്ടിനൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം പൊന്ത. ലുക്ക് സ്ട്രെയിറ്റ് ഡൗൺ, ഹോൾഡ് അപ്പ്. നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നേരെ നോക്കാം. അതിനുശേഷം നമ്മള് ഡൗൺ ചെയ്യാം. നന്നായി സ്ട്രെച്ച് ചെയ്യുക. എത്രമാത്രം സ്ട്രെച്ച് ചെയ്യാൻ പറ്റണം അത്രമാത്രം സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഒരു 3 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്ത് നിന്നതിന് ശേഷം അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതൊരു 20 തവണ ഡെയിലി ചെയ്യാം. ഈ രണ്ടാമത്തെ എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ ഈ സെയിം കസേരമ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികം ഫ്രണ്ടിലേക്കും വെക്കണ്ട, എന്നാൽ അധികം ബാക്കിലേക്കും വെക്കണ്ട. ഇതേപോലെ നിന്ന് കാല് രണ്ട് മുട്ടുകളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ അടുപ്പിച്ച് വെക്കാൻ നോക്കുക. ഗ്യാപ്പ് ഇട്ട് നിൽക്കാണ്ട് അടുപ്പിച്ച് വെക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഒരു കാല് ഇങ്ങനെ പൊന്തിച്ചതിന് ശേഷം 10, 9, 8, 7, 5, 4, 3, 2, 1. അടുത്ത കാല് 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഒരു 10 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് പിടുത്തം വിടാം. ഇതേപോലെ 3 സെറ്റ് നിങ്ങൾ ഡെയിലി ചെയ്യാം. ഈ പറഞ്ഞ 2 എക്സസൈസും നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും, ഞാൻ ഉറപ്പ് പറയാണ്. കാരണം എനിക്ക് അത്രമാത്രം റിസൾട്ട് ആയിരുന്നു. എനിക്ക് റിസൾട്ട് ഉണ്ടായപ്പോ എന്റെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും അതുപോലത്തെ തന്നെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് ആയിട്ടും മാറും, ഞാൻ ഉറപ്പ് പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.